ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പോവിനില്ലാതെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡറും പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മുട്ടയാണെങ്കിൽ ആ തണുപ്പോട് ഉപയോഗിക്കരുത്. തണുപ്പൊന്ന് പോയതിന് ശേഷം മാത്രം എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് ഇതുപോലെ കുറച്ചൊരു വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മുട്ടയും പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്തത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ഫ്ലോർ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നും കൂടെ അരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേശ്ശെ പാലും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിൻ്റെ അളവ് നമ്മുടെ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ചിലപ്പം 1/4 കപ്പ് ആവും, അല്ലെങ്കിൽ 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ, ചെറിയ മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെയൊക്കെ പാൽ ആവശ്യം വരും. ഇനി നല്ല വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽ തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിച്ച് കുത്തി ഇളക്കി മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മൾ മുട്ട പതഞ്ഞ് പൊങ്ങിയതൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് അത്ര സോഫ്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ മുഴുവൻ പൊടിയും പാലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്വയർ വെച്ചത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പാത്രം ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അടച്ച് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ അടിയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്ന് നിർബന്ധമല്ല, കുറച്ച് കട്ടി കുറഞ്ഞ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് അതിലൊരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം ഒന്ന് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് ലൂസായിട്ട് ഒരു പാല് പോലെ ആയിട്ട് വരും. ഇനി ഇതൊന്ന് ചൂടായി സൈഡിൽ നിന്ന് ഒരു ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അതൊന്ന് ഇനി മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ക്രീം ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചോക്ലേറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഉരുകി കെട്ടിക്കോളും. പിന്നെ 1/4 കപ്പ് ചേർത്ത് കൊടുത്തത് കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള ഗനാഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ ക്രീം ഉള്ളിൽ നിന്ന് കാണരുത്. പുറത്ത് നല്ലൊരു തിക്കായിട്ടുള്ള കവറിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തിക്കായിട്ടുള്ള ഗനാഷയാണ് ഉണ്ടാക്കുന്നത്.
ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗനാഷ് ഇവിടെ റെഡിയായി. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ കേക്ക് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീമിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് കാര്യമായിട്ട് ചോക്ലേറ്റ് ക്രീമും പിന്നെ ചോക്ലേറ്റ് ഗനാഷിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിന് ഞാനിവിടെ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേൺ ടേബിളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നടുക്കൽപ്പം ക്രീമാക്കി കൊടുത്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൽ തിന്നായിട്ടുള്ളൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ക്രംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫൈനൽ കോട്ടിങ് ചെയ്യാം. അപ്പോൾ അതാ കേക്ക് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളൊരു കോട്ടിങ് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇപ്പോൾ കേക്ക് ഒരുവിധമൊക്കെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതൊന്ന് നന്നായിട്ട് സെറ്റായതിന് ശേഷം വേണം ഗനാഷ് ഒഴിക്കാൻ. അപ്പോൾ സെറ്റായതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഗനാഷ് ഒഴിക്കുന്നത്. ഗനാഷ് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തണുത്ത കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കോട്ടിങ്ങിൽ തന്നെ കിട്ടും. ചോക്ലേറ്റ് സൈഡ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഒരുപാട് ലൂസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴുകിപ്പോയി വേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആ എടുത്തിട്ടുള്ള മുഴുവൻ ചോക്ലേറ്റ് ഗനാഷയും ഈ ഒരു കേക്കിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിക്കായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ കേക്കിൽ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് 1183 ഗ്രാമാണ് കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഡെലിവറി ചെയ്യാൻ സമയത്താണ് കേട്ടോ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ വെച്ചെടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് സിഗേഴ്സും പിന്നെ ചോക്ലേറ്റ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അറിയാത്തവരുണ്ടെങ്കിലോ ഒന്ന് കണ്ടു നോക്കാൻ മതി. പിന്നെ സൈഡിൽ ഇതുപോലൊരു മാർബിൾ ഡിസൈനിലുള്ള ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടോ. ഇനി പേരും കൂടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അതിൽ നമ്മൾ കളറും ബ്രഷും വെച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ പേര്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്